സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ താളം തെറ്റിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക 400 കോടിയിലധികം രൂപയായതോടെ പല ആശുപത്രികളും പദ്ധതിയിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു. മുൻപ് 411 ആശുപത്രികളിലായിരുന്നു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സാ സേവനം ലഭിച്ചിരുന്നതെങ്കിൽ ആ പദ്ധതിയിൽ നിന്നും 150ഓളം ആശുപത്രികൾ ഇതിനോടകം പിന്മാറിക്കഴിഞ്ഞു. ഇതേ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മാർച്ചോടെ കൂടുതൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറും. ഒരുപക്ഷെ സർക്കാർ ആശുപത്രികൾ മാത്രമാകും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഏക സ്ഥലം. മുൻപ് ഒക്ടോബറിൽ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികൾ സമരം പ്രഖ്യാപിച്ചിരുന്നു. ഈ കാരുണ്യ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് 100 കോടിയോളം രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും അതൊന്നും പൂർണ്ണമായിട്ടും സ്വകാര്യ ആശുപത്രികളിലേക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് അസോസിയേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതുപോലെ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കാരുണ്യ പദ്ധതിയിൽ സഹകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നും അവർ പറയുന്നു. കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെയധികം പരാജയപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ താല്പര്യമില്ലാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പല പ്രവണതയും കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400 കോടി രൂപയോളം ഈ പദ്ധതിയിൽ ചികിത്സ കൊടുത്ത വകയിൽ കുടിശ്ശികയായി സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കില്ല എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തിരക്കിലെ നടപടികളിലൊക്കെ ഞങ്ങൾ പോകേണ്ട ഒരു അവസരത്തിലെത്തിയിട്ടുണ്ട്. 20 ലക്ഷം മുതൽ 20 കോടി വരെ കുടിശ്ശികയുള്ള ആശുപത്രികളാണ് ഈ ഒരു പദ്ധതിയുമായി സഹകരിക്കുന്നവരിൽ ഏറെയും. ചെറുകിട ആശുപത്രികൾക്കൊക്കെ തന്നെ ഈ ഒരു കുടിശ്ശിക വലിയ ബാധ്യതയായി കഴിഞ്ഞതോടെ അവരുടെ നടത്തിപ്പ് തന്നെ അവതാളത്തിലാകുന്ന സാഹചര്യമാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് ഒന്നുകിൽ സർക്കാർ കുടിശ്ശിക നൽകണം, അതല്ലെങ്കിൽ പിന്മാറുകയല്ലാതെ വഴിയില്ല എന്ന് ഇവർ വിശദീകരിക്കുന്നു. നമുക്ക് 2.5 കോടി രൂപക്ക് മുകളിൽ ഒരു കുടിശ്ശിക വന്നതോടുകൂടി അതീവ പ്രതിസന്ധിയാണ് ഈ മേഖലയെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളും ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ കണക്കുകളനുസരിച്ച് 100 കോടി രൂപയോളാണ് സ്വകാര്യ ആശുപത്രികൾക്ക്, ഇടത്തരം ചെറുകിട സ്വകാര്യ ആശുപത്രികളെയാണ് ഇത് ഗൗരവമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രികൾക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള നിരക്ക് 10 വർഷം മുൻപത്തെയാണെന്നും ഇവർ പറയുന്നുണ്ട്. 2022 ശേഷം നിരക്ക് വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പിൽ വന്നിട്ടില്ല. ഇപ്പോഴും പഴയ നിരക്കിൽ തന്നെയാണ് ഈ ആശുപത്രികളുമായിട്ടുള്ള കരാറിലെ തുക എന്ന് ഇവർ പറയുന്നു. ഇതും പുതുക്കേണ്ടത് അനിവാര്യമാണെന്നും കുടിശ്ശികയ്ക്കൊപ്പം ഈ ഒരു സേവനങ്ങളുടെ നിരക്ക് ഇന്നത്തെ നിരക്കിന് സമാനമാക്കി ഉയർത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് 2010 മുമ്പുള്ള ഒരു പാക്കേജ് റേറ്റാണ്. ഇതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ സാധാ ഒരു പ്രസവത്തിന് നോർമൽ ഡെലിവറിക്ക് 7000 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. അതിൽ മരുന്നും ഡോക്ടേഴ്സ് ചാർജും വാർഡ് സൗകര്യവും ഒക്കെ ഉൾപ്പെടെ പ്രായോഗികമായിട്ട് ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടല്ലേ. ഇടത്തരം ആശുപത്രികളിൽ ഏറ്റവും ചുരുങ്ങിയത് 12,000 മുതൽ 14,000 രൂപ വരെ ചിലവ് വരുന്നത് 7,000 രൂപ. അങ്ങനെ ഓരോ ചിലവുകൾക്കും 10-12 വർഷം മുമ്പുള്ള നിരക്കായതിനാൽ ഉള്ള ഒരു പ്രയാസവും ഈ മേഖല നേരിടുന്നുണ്ട്. അതൊക്കെയാണ് ഈ രോഗികളും ആശുപത്രി മാനേജ്മെൻറ്റും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാനുള്ള കാരണം. എന്നാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ അഭിമാന പദ്ധതിയായിട്ടാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ അവർ ഉദ്ഘോഷിക്കുന്നത്. സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയുമാണ്. ആയുഷ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആണ് കാരുണ്യ പദ്ധതി രംഗത്ത് വന്നിട്ടുള്ളതെങ്കിലും അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിലും കേരളത്തിന് പുറത്ത് BPL കുടുംബങ്ങളെ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കേരളത്തേക്ക് വരുമ്പോൾ BPLന് പുറമെ മറ്റ് തൊഴിൽ മേഖലയിലെല്ലാം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 44 ലക്ഷത്തോളം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്കാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആരോഗ്യ രംഗത്തുണ്ടാക്കിയ സമൂലമായൊരു വിപ്ലവം ഉണ്ടാക്കിയ പദ്ധതിയാണിത്. എന്നാൽ ഈ ആശുപത്രി അസോസിയേഷൻകാർ പറയുന്നത് ഇത്തരത്തിൽ BPLന് പുറമേയുള്ള ആളുകളെ കൊണ്ടുവന്നതാണ് ഈ ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് ഇപ്പോൾ വിഘാതമായിരിക്കുന്നതെന്നും അത്തരത്തിൽ ആളുകളെ കൂടുതലായി ഉൾക്കൊള്ളിച്ചതാണ് സർക്കാരിൻ്റെ ബാധ്യത വർദ്ധിക്കാൻ കാരണമെന്നും അങ്ങനെ ഒരു ആരോപണമാണ് ഈ ആശുപത്രി അസോസിയേഷൻ ഉന്നയിക്കുന്നത്. എന്നാണെങ്കിലും സർക്കാർ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഫണ്ടില്ല എന്ന കാരണമാണ് ഇതിനൊക്കെ പ്രശ്നമായിട്ട് സർക്കാർ
പറയുന്നുവെങ്കിൽ പോലും മാർച്ചോടെ ഈ ഒരു സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ള ഫണ്ടിൽ കുറച്ചെങ്കിലും നൽകിയില്ലെങ്കിൽ, ഈ നിരക്കിൽ വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന, സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമാകുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികൾ മാത്രമാകും ഒരുപക്ഷെ അവശേഷിക്കുക. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18.